ഈ മറ്റൊരു വാർത്ത കൊച്ചിയിൽ നിന്ന്, അത് കാക്കനാട് DLF ഫ്ളാറ്റിൽ പകർച്ചവ്യാധി പിടിപെട്ട സാഹചര്യത്തിൽ ഈ ഫ്ളാറ്റുകൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലെ ക്ലോറിന്റെ അളവ് ദിവസവും 2 നേരം പരിശോധിക്കുമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം. ഇന്നലെ 8 ഫ്ളാറ്റുകളിൽ നിന്ന് പരിശോധിച്ച വെള്ളത്തിൽ ക്ലോറിന്റെ അളവ് തൃപ്തികരമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പുതിയതായി 3 പേർ കൂടി ഇതിനിടെ രോഗലക്ഷണം സ്ഥിരീകരിച്ചു. അതേസമയം പൊതുതോട് അടച്ച് ഫ്ളാറ്റ് നിർമ്മിച്ചത് മൂലമുണ്ടായ വെള്ളക്കെട്ടിൽ നിന്നാണ് ഈ അണുബാധ ഉണ്ടായത് എന്ന പ്രദേശവാസികളുടെ പരാതി പരിഹരിക്കാൻ സ്ഥലം MLA ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് ചേരുന്ന യോഗത്തിൽ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറും ഫ്ളാറ്റ് അസോസിയേഷൻ പ്രതിനിധികളും പ്രദേശവാസികളും പങ്കെടുക്കും. ഡാനി ഇപ്പോൾ തന്നെ അതിന്റെ വിവരങ്ങൾ കൂടുതലായി നൽകും. ഡാനി, DLF ഫ്ളാറ്റ് സമുച്ചയം അവിടെ അറിയാവുന്നവർക്കറിയാം, അത്രമാത്രം കുടുംബങ്ങളുണ്ട്. ഒരു വലിയ ഫ്ളാറ്റ് സമുച്ചയമാണ്, അതൊരു വിസ്തീർണമായി കിടക്കുന്ന ഒരു ഏരിയ. അപ്പോൾ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിരുന്നു അത്. ഈ ആരോഗ്യവകുപ്പ് നടപടി എടുക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രദേശവാസികളുടെ പരാതി, ഈ തോടടച്ച് ഉള്ള നിർമ്മാണമാണ് എത്ര ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ളതൊക്കെ ഗൗരവമായി കാണേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയൊരു ഇടപെടലിനാണ് സാധ്യത? എൽദോ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ നമുക്ക് അതിലേക്ക് പോകുമ്പോൾ നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട്, ഇതൊരു ജില്ലയായി പ്രഖ്യാപിക്കാം. കാരണം അത്ര കണ്ട വിസ്തൃതമായി കിടക്കുന്ന ഒരു ഫ്ലാറ്റ്, അതിൻ്റെ ഒരു വലിയ സമുച്ചയം നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും അങ്ങനെയൊന്നുണ്ടോ എന്ന രീതിയിൽ സംശയമാണ്. ഇതിൽ തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇതിൽ ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ തൃക്കാക്കര നഗരസഭയും എല്ലാം തന്നെ ഈ കാര്യങ്ങളിലൊരു കാര്യം വ്യക്തമാക്കിയത്. കാരണം ഇവിടങ്ങളിലൊക്കെ ഒരു പരിശോധനകൾക്ക് അത്തരം കാര്യങ്ങൾക്ക് അത് അനുവദിക്കണം. അത് അടച്ചിടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവിടേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുന്നത് കൊണ്ടോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം രോഗവ്യാപനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ കൂടുന്നത്. അത് ഒരു പരിധിവരെ സത്യവുമാണ്. കാരണം ഇതിൽ തുടക്കത്തിൽ കിട്ടിയ റിപ്പോർട്ട് അടക്കം ഇതിൽ ജലം പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ടടക്കം അസോസിയേഷൻ ഭാരവാഹികൾ പോലും അത് പുറത്തുവിട്ടില്ല എന്ന ഗുരുതര ആക്ഷേപങ്ങളെല്ലാം തന്നെയുണ്ട്. എന്തായാലും ഇപ്പോൾ പരിശോധനകളിലേക്കെല്ലാം തന്നെ കടന്നിരിക്കുന്നു. അവിടുത്തെ ഈ ജലത്തിൻ്റെ ക്ലോറിനൈസേഷൻ അളവെല്ലാം തന്നെ പരിശോധിക്കും. ദിവസം 2 നേരമാണ് പരിശോധിക്കാനായിട്ട് അത് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധന തൃപ്തികരമായിരുന്നു. ഒപ്പം അവിടെ ഉയരുന്ന ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്, അത് പരിസരവാസികൾ ഉയർത്തുന്നതാണ്. കാരണം ഇത് വളരെ ഒരു താഴ്ന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഈ രീതിയിൽ വലിയ രീതിയിലുള്ളൊരു ഫ്ലാറ്റ് സമുച്ചയങ്ങളെല്ലാം തന്നെ വരികയും ചെയ്തത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന വലിയ തോട്, അതിലൂടെയായിരുന്ന ആ ഭാഗത്ത്, അത് ഒരു താഴ്ന്ന പ്രദേശമാണെന്ന്, അതുകൊണ്ട് തന്നെ തോടെല്ലാം തന്നെ അത്യന്താപേക്ഷിതമാണ്. മറ്റു സ്ഥലങ്ങളിലേക്ക് വെള്ളമൊഴുകി പോകുന്നതും ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലെ വെള്ളമൊഴുക്ക് അത് സുഗമാക്കുന്നതെല്ലാം തന്നെ അത് സാധ്യമാക്കിയിരുന്നതാണ്. പക്ഷെ നാട്ടുകാരുടെ ഒരു ആക്ഷേപം ഉയരുന്നത്, ഈ ഫ്ലാറ്റ് നിർമ്മാണം പൂർത്തിയാക്കിയതോടെ തോട് നികത്തിക്കളഞ്ഞു, തോട് അത് അടച്ചു കെട്ടിയെന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. ഇതുമൂലമുണ്ടാകുന്ന വെള്ളക്കെട്ട് പരിസര പ്രദേശങ്ങളിൽ വളരെ രൂക്ഷമാണ്. ഈ ഒരു വെള്ളക്കെട്ട് തന്നെയാണ്, ഈ വെള്ളക്കെട്ടിൽ നിന്ന് തന്നെയാണ് ഇത് ഇപ്പോൾ മോശമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അവിടെ നിന്നുള്ളൊരു ഒഴുക്ക്, അതിൽ നിന്നുള്ള ഉറവകളാണ് ഈ ടാങ്കിലേക്ക് അടക്കം എത്തിയതെന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ ഗഹനമായിട്ട് തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അല്ല എങ്കിൽ മേലിലും ഇത്തരം ദുരിതങ്ങൾ ആവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ പ്രദേശവാസികൾക്ക് എന്താണ് പറയുവാനുള്ളതെന്ന് അടക്കമാണ് കേൾക്കേണ്ടത്. MLA കൂടിയായ ഉമാ തോമസിൻ്റെ ഒരു നേതൃത്വത്തിലാണ് ഇന്ന് യോഗം വിളിച്ചിരിക്കുന്നത്. അവരും അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പിലെയും മറ്റും ഉദ്യോഗസ്ഥരടക്കം അവിടെ പങ്കെടുക്കുന്നുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുക, മേൽ നടപടികൾ എന്തൊക്കെയാണ്, ഈ വിഷയം വെള്ളക്കെട്ട് മാത്രവുമല്ല, ഇത്തരം കാര്യങ്ങളിൽ ആ പ്രദേശത്ത് മറ്റുള്ളവർക്കും രോഗബാധ ഏൽക്കാനുള്ളൊരു സാധ്യത ഇതെല്ലാം തന്നെ ഈ വെള്ളക്കെട്ടിൻ്റെ സജീവതയുള്ളതുകൊണ്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്നതടക്കം ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് യോഗം ചേരുന്നത്. എന്തായാലും ഇത് മുന്നോട്ടുള്ള പോക്കിൽ ഈ നടപടികളിലെല്ലാം തന്നെ ഈ യോഗത്തിലെ തീരുമാനങ്ങൾ നിർണായകമായിരിക്കും. ഡാനി സൂചിപ്പിച്ച പോലെ യോഗത്തിലെ തീരുമാനങ്ങൾ നിർണായകമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഡാനി ആദ്യം പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. അത് ആ വഴി പോകുന്നവർക്ക് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഇതൊരു ജില്ലയെ പ്രഖ്യാപിക്കാമല്ലോ എന്ന്. അത്രമാത്രം വലിയൊരു കോമ്പൗണ്ടാണിത്. എന്നാലും ആ പ്രശ്നം മുഴുവൻ പരിഹരിക്കാൻ കഴിയട്ടെ. DLF ഫ്ലാറ്റിലെ വെള്ളം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അത് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നല്ലോ.